ഇംഗ്ലീഷും കന്നഡ, ഹിന്ദി, മലയാള ഇങ്ങനെ പിന്നെ ಓದೋಗ ಕಷ್ಟ ಅವರ ಪೋಲೋತೆ ಚೊಮ್ಮೆ ಮಕ್ಕ ಉಳ್ಳಾರು. അതിപ്പോൾ എൻ്റെ ഇൻലൈറ്റ് ഓഫീസിಗೆ കൗൺസിലിംഗ് സെൻറ്ററിಗೆ ಬಂದോണ്ടുള്ളേ ചൊമ്മ മക്ക 8ാം ക്ലാസ് 10ാം ക്ലാസ് അതായത് എൻഗേജ്മെൻറ്റ് ആയിട്ട് പോലും പിന്നെ എന്തിനെ പൊട്ടിപ്പോണ്ടേ ബന്ധ മുറിഞ്ഞിട്ട് പോണ്ടേ എന്തിരുത്ത കാരണത്തിൽ എൽതോഗു ഓതോഗു ഗൊന്തില്ലാത്ത കാരണത്തിൽ അങ്ങനെയുള്ള ചൊമ്മ കേസസ് ആയിട്ട് ഞങ്ങളെ കൗൺസിലിംഗ് സെൻറ്ററിൽ നിരന്തരമായിട്ട് ಬಂದോണ്ടുള്ളേ. ಕಾರಣ ಕೇಳ್ಕೊಂಬತ್ತು ಚೊಲ್ಲೆ ನಂಗೆ ಹಿಂಗಂತ ഒരു സൊല്യൂഷൻ ഉണ്ട് ചെന്നിട്ട് പോലും നമുക്ക് ഗൊന്തില്ല ಅಂತ. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങളെ സറൗണ്ടിലും ചൊമ്മ ഞങ്ങളെ ഫാമിലിയിൽ ഇക്കുവാറ്, ഞങ്ങളെ നിറക്കരലിക്കുവാറ്, ഞങ്ങളെ സറൗണ്ടിൽ ഇക്കുവാറ്. ഉസ്താദുമാറാകുമ്പോഴത്തേക്കു അല്ലെങ്കിൽ ടീച്ചേഴ്സുമാർ ഇതിലാരെങ്കിലും കണ്ടെങ്കിൽ ഞങ്ങളെ ക്ലാസ് റൂമിലും ഇങ്ങനത്തെ ചൊമ്മ മക്കിക്കുവാറ്. ഞങ്ങൾക്ക് ചിലപ്പോൾ അത് ഉസ്താദ്മാരാകുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ടൈമിങ് മാത്രമേ ഇക്കറ്, അത് ഞങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ടാക്കോകൂ ആവണോണ്ടില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ മക്കകുല്ലെ പരിഹാര കേന്ദ്രവും ഇൻലൈറ്റിൽ ಅದರ അസസ്മെൻറ്റ് ಅದರ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ಅದರದ್ದು മക്കളെ എന്തുകൊണ്ടിട്ട് അങ്ങ് പഠിക്കില്ല, അത് മക്കളെ പ്രശ്നം അല്ലെങ്കിൽ മക്കളെ ഉൽഗത്തിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ മടി കൊണ്ടിട്ട ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട ഈ കിടാവ് ഇങ്ങനെ ആക്രമ. അപ്പം അതുകൊല്ലേ ഏത് അസസ്മെൻറ്റും ഞങ്ങളെ ഇൻലൈറ്റിൽ നിരന്തരം എല്ലാ നാളും അത് ഞങ്ങളെ ചൊമ്മ സെൻറ്റേഴ്സ് ഉണ്ട്. കൃഷ്ണാപുരം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ബീച്ച് റോഡിലുണ്ട്, പിന്നെ ഉള്ളാലത്തുണ്ട്, കുത്താറിലുണ്ട്, കേരളത്തെ ഭാഗത്തിലും കോഴിക്കോട്, ആലപ്പുഴ ഇങ്ങനെയുള്ള ചൊമ്മ ഞങ്ങളെ സെൻറ്റേഴ്സ് അവിടെ വർക്കാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് ആവശ്യം തന്നെ. കാരണം ಇದರ ವಿಷಯವನ್ನು ಯಾರ ತಾಳ್ಮರು ഗൊന്തില്ലാത്ത കാരണം കൊണ്ടിട്ടു ഈ മക്ക എൽത്തും ബായനും ഒന്നും ഇല്ലാണ്ട് വെള്ളിയായ പിന്നെ ഞങ്ങളെ കൈക്ക് കിട്ടാറേ ഇല്ല. അപ്പം അങ്ങനത്തെ അങ്കുള്ള ഒരു ഏറ്റവും വലിയൊരു സൊല്യൂഷനുമായിട്ട് കയറി. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾ ആരെങ്കിലും ഇന്നെങ്കിൽ ഇൻലൈറ്ററെ കോണ്ടാക്ട് നമ്പറിൽ അതിന് അപ്പോയിൻമെൻ്റ് എടുത്തെങ്കിൽ നിങ്ങൾക്കും ആ മക്കൾക്ക് നിങ്ങൾക്കും എന്തരാവുക ജീവിതം കൊടുക്കുക. ഓക്കെ.